ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പീജൻ ബോയ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ക്ലാസിക് എന്ന് പറഞ്ഞ ഒരു കൂട്ടിലേക്കാണ്. മൂപ്പര് കൂടുതൽ ടൂർണമെന്റും കാര്യങ്ങളൊന്നും വിട്ടില്ല. ടൂർണമെന്റ് വിടാനുള്ള ഒരു ഭാഗ്യം മൂപ്പർക്ക് ഉണ്ടായില്ല. പക്ഷെ നല്ല ഇനം പ്രാവുകളുടെ ഒരു വ്യത്യസ്തമായ ഒരു കളക്ഷൻ ഉണ്ട്. നമുക്ക് പ്രാവുകളെ കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും ഏത് റേഞ്ചിലുള്ള പ്രാവുകളാണെന്ന് നമുക്ക് പ്രാവുകളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എന്തായാലും നമുക്ക് മൂപ്പരുടെ പ്രാവുകളും വിശേഷങ്ങളൊന്നും നോക്കാം. ഈ വർഷമെങ്കിലും ഏതെങ്കിലും ഒരു കമ്മിറ്റി മൂപ്പരെ എന്തായാലും എടുക്കുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ എന്തായാലും ചെയ്യുന്നത്. കാരണം അത്രയും ക്വാളിറ്റിയുള്ള പ്രാവുകളാണ് മൂപ്പരെ കൈമേലുള്ളത്. ഏകദേശം ടേണിലൊക്കെ എന്തായാലും ഒരു 16 മണിക്കൂറൊക്കെ ഓടിപ്പിച്ച് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് ഇപ്പൊ നിലവിൽ. അപ്പം ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരു കമ്മിറ്റി അംഗങ്ങൾ ഉണ്ടെങ്കിൽ അവരെന്തായാലും മൂപ്പരെ ഏതെങ്കിലും ഒരു കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ട് എന്തായാലും മത്സരിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ തുടങ്ങുന്നത്. അതുമാത്രമല്ല, നമ്മളെ ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർ കൂടുതലുണ്ടെങ്കിലും ആരും സപ്പോർട്ടും ലൈക്കും കൂടുതൽ തരുന്നില്ല. അപ്പം കൂടുതൽ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളെ യൂട്യൂബ് ചാനലിലോടുള്ള ഒരു സപ്പോർട്ട് നിങ്ങൾ എന്തായാലും അറിയിക്കണം. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കാണുന്ന കൂടും സെറ്റപ്പാണ് കേട്ടോ ഷാഹിദ് ഭായിന്റെ കൂട്. ഇപ്പൊ മൂപ്പര ഒരു കൂട്ടുകാരനുണ്ട്, നീലേശ്വരം തന്നെയുള്ള മൂപ്പരുടെ ഒരു കൂട്ടുകാരനുണ്ട്, അബ്ദുള്ളാക്ക. അപ്പൊ അബ്ദുള്ളാക്കയുണ്ട്. ഇവർ രണ്ടാളും കൂടി പ്രാവളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമസ്കാരം. നമസ്കാരം. അപ്പൊ ഒന്ന് നമുക്ക് പ്രാവളും എല്ലാം ഒന്ന് കാണിച്ചു തരാൻ പറ്റില്ലേ? ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇവരെ വില്ല സെറ്റ് പ്രാക്കൾ കേട്ടോ. അവര് ജോഡ് പൊളിച്ചിട്ടിട്ട് മാറ്റിയിട്ടിട്ടല്ല ഈ പ്രാക്കള്. ഇവരെ പ്രാവിന്റെ ഏകദേശം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ, ഈ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചെറിയ ചുണ്ടില് വരുന്ന പ്രാക്കളാണ് കേട്ടോ. എല്ലാം ചെറിയൊരു ലൈൻസ് പ്രാക്കളാണ് എല്ലാം വരുന്നത്. ഇതെല്ലാം ഒരു മെയിൽ സെക്ഷനാണ്. പിന്നുള്ളത് ഇതാ ഈ ഒരു പ്രാവ്. ഇതിന്റെ ഏകദേശം ഒരു വലിയൊരു ഇതിന് ഷാഹിബ് എത്ര വയസ്സുണ്ടോ? ഏകദേശം 6-7 കൊല്ലം ഉണ്ടാവും അല്ലെ? പിന്നെ ഇത് പ്രാവശ്യം കുറച്ച് കുഞ്ഞന്മാർ എടുത്ത് വെച്ചാല് ഉള്ള പ്രാക്കളാണ്. ഈ കുഞ്ഞന്മാരെ കണ്ടാൽ തന്നെ ഞങ്ങൾ വയസ്സ് മനസ്സിലാവും. എല്ലാം ചെറിയ കൊക്കില് വരുന്ന പ്രാവുകളാണ്. ഇവിടെ ഉള്ളത് മൊത്തം ഈ ഒരു റേഞ്ചില് ചെറിയ കൊക്ക് ഇതിൽ വരുന്ന കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. സാറ്റ് ടൈപ്പിൽ വരുന്ന നമ്മളെ ഫാൻസി പ്രാവ്, സാറ്റ് മോഡൽ വരുന്ന പ്രാവാണ്. പിന്നെ ഇതൊക്കെ ഫീമെയിലിന്റെ സെക്ഷൻസ് ആണ്. ഇതൊക്കെ ഫീമെയിലിന്റെ സെക്ഷൻസ് ആണ് വരുന്നത്. ഷാഹിബ്, ഇതെല്ലാം ജോഡ് പൊളിച്ച് ഇട്ട പ്രാക്കളല്ലേ? സിംഗിൾ പ്രാവ്. ഈ ഒരു പ്രാവിന്റെ ഷേപ്പ് ഉണ്ട്. ഇത് കണ്ടാൽ ആരും പറയില്ല ഇത് ഏകദേശം ഒരു പറവപ്രാവാണെന്ന് കണ്ടാൽ പറയില്ല. അതായത് വെറൈറ്റി ആയിട്ടുള്ള പ്രാക്കളാണ് ഇത് മൊത്തമായിട്ട് വരുന്നത്. ഇതൊക്കെയാണ് ഇവരെ പ്രാവ് സെറ്റപ്പ് ഒക്കെ വരുന്നത്. ഇത് കൂടാണ്ട് കുറച്ചും കൂടി പ്രാക്കളുണ്ട് ഈ ഒരു സെറ്റാക്കുന്ന വില്ലയോട് പ്രാക്കള് വേറെ ഉണ്ട് കാണാൻ വേണ്ടി. അതൊക്കെ നമുക്ക് കാണാം. അപ്പൊ ഇവരെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയാം. അപ്പൊ ഇത് ഇവരുടെ ബ്രീഡിങ് സെറ്റപ്പ് ആണ് കേട്ടോ. പക്ഷെ അപ്പൊ ഇതില് നമുക്ക് ഓരോ പ്രാവിനൊന്ന് എടുത്തെടുത്ത് കാണിച്ചു തരാൻ പറ്റില്ലേ? കാണിച്ചു തരാൻ പറ്റും. പ്രാവ് നമ്മളെ ആശാന്റെ പ്രാക്കളാണ് എല്ലാം. കംപ്ലീറ്റ് പ്രാവ് എല്ലാം ആശാന്റെ പ്രാക്കളാണ് എല്ലാം. ആശാന്റെ ഒരു 40-45 കൊല്ലത്തെ പഴക്കൂല പ്രാക്കളാണ്. നല്ല സബ്ജക്ട് പ്രാവാണ്. ആശ എന്ന് പറയുമ്പോ ആശാൻ ക്ലാസിക് കുളങ്ങര പീടിക, കോഴിക്കോട്. മൂപ്പര പേര് എന്തായിരുന്നു? കബീർ അല്ലേ? മൂപ്പര പഴയ ലൈന് പഴയ പ്രാവ് എല്ലാ പ്രാവും ഇപ്പൊ ഇടുകയല്ലേ. കാരണം മൂപ്പര ഇപ്പൊ സുഖമില്ലാത്തതുകൊണ്ട് എല്ലാ പ്രാവിനകത്ത് ഒഴിവാക്കി. അപ്പൊ എന്റെ കയ്യിലെ ഇപ്പൊ പ്രാവല്യമില്ല. അപ്പൊ മൂപ്പർക്ക് ആവശ്യമില്ല കുഞ്ഞിനെ ഞാൻ ഇവിടുന്ന് എടുത്ത് കൊണ്ടുകൊടുക്കലാണ്. അപ്പൊ എല്ലാം പഴയ പ്രാക്കൾ തന്നെയാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എല്ലാ പ്രാവും. എല്ലാം നല്ല വഴക്കില്ല പ്രാവ്. എല്ലാ ഒറ്റ ഈല ഇറങ്ങിയ പ്രാവ്. എല്ലാം ചെറിയ ചുണ്ട്, വലിയ കണ്ണായിട്ടുള്ള പ്രാക്കളാണ് എല്ലാം. ഇപ്പൊ ഈ പ്രാവിനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും.
എല്ലാം അങ്ങനെയുള്ള പ്രാക്കളാ. ചെറിയ ചുണ്ട്, കണ്ട എല്ലാം ഇങ്ങനെയുള്ള പ്രാക്കളാ. ഇതിന്റെ പറവ സ്റ്റൈല് എങ്ങനെയാണ്? പറവ സ്പീഡ് പറവയാണ്. പറവയാണല്ലേ? സ്പീഡ് പറവ നന്നായിട്ട് നല്ല സ്പീഡാ. നല്ല ആവറേജ് ഹൈറ്റിൽ നിൽക്കും. മഴയും വെയിലും ഒന്നും പ്രശ്നമല്ല. ഒരു പ്രശ്നമല്ല. അങ്ങ് നിന്ന് പറഞ്ഞോളൂ. ചെറുതിലെ നമ്മൾ ഇട്ട് തയക്കി എടുക്കണം. കുറച്ച് വലുതായി കഴിഞ്ഞാൽ പ്രാവിനെ തയക്കാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ പുറത്തിട്ട പാട് പ്രാവ് കേറി പറന്നോളൂ, അതിലെന്നെ പോയിക്കോളൂ. ഒരു ചുറ്റുവരെ ചുറ്റൂല, ഒറ്റ പോക്കും. ചെറുതിലെ ചെറിയ പ്രായത്തിലെ കൊണ്ടുവന്ന് നിന്നാ നമ്മളടുത്ത് നിൽക്കും, ഇല്ലെങ്കിൽ നിൽക്കൂല. ഇതെല്ലാം ഈ പിന്നെ സബ്ജിയിൽ ഇറങ്ങി വരുന്ന തന്നെ ഈ വെള്ളം? എല്ലാ സബ്ജിയിൽ ഇറങ്ങുന്ന തന്നെ, വെള്ള, ചോപ്പ്, എല്ലാ കളറും ഈ സബ്ജിയിൽ തന്നെ ഇറങ്ങി വരുന്നതല്ലേ? വേറെ കളറിൽ ഇറങ്ങുന്നത്. ഇതില് വെറൈറ്റി ആയിട്ട് വേറെ എന്തെങ്കിലും വരുന്നുണ്ട്? കുടുംബിയില് കുടുംബി ഇറങ്ങും. കുടുംബിയിൽ ഇറങ്ങുന്നത് ഇതും അതിലിറങ്ങുന്ന തന്നെ. ഈ ഒരു ടൈപ്പ് കുടുംബി അതിൽ തന്നെ വരുന്നത്? എല്ലാം കുടുംബി ഇറങ്ങും. പ്രാവിനെ കണ്ടാൽ തന്നെ മനസ്സിലാവും, വേറെ തന്നെ ഷേപ്പ് പ്രാവ്. എല്ലാം ഒരേ ടൈപ്പ് കുടുംബി ഇറങ്ങും, വെള്ള കളർ ഇറങ്ങും, എല്ലാ സബ്ജിയിൽ ഇറങ്ങുന്നുണ്ട്. ഇതും അതേ ഇതിൽ ഇറങ്ങുന്ന പ്രാവാണ്. ഇത് ശരിക്കില്ല ചുണ്ടില്ല പ്രാവ്. ഇതിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾ ചിലപ്പോൾ ചെറിയ ചുണ്ടും വലിയ കണ്ണായിട്ടില്ല ഇറങ്ങും. ഇതിന്റെ കണ്ണ് കുറച്ച് വ്യത്യസ്തമുണ്ടല്ലേ? കണ്ണെല്ലാം ഓരോ പ്രാവിനും ഓരോരോ വ്യത്യസ്തം കണ്ണ് തന്നെ ഇറങ്ങുന്നു. ഇത് കത്തങ്ങ കളറാണ്. അതിന്റെ അപ്പുറത്തൊക്കെ കാണിക്കണം. അത് കുറച്ചൊരു കണ്ണ് ചെറിയ മാറ്റം, ചെറിയ വ്യത്യാസം ഉണ്ടല്ലേ? ഒരു ലൈറ്റ് ഷെയ്ഡ് ഇതായിട്ട് നിൽക്കുന്ന. എന്റെ ഫീമെയിൽ ആ ഒരു ടൈപ്പിൽ തന്നെ വരുന്നത്? ഫീമെയിൽ അതേപോലെ ചെറിയ ചുട്ടുള്ള ഫീമെയിൽ. നല്ല അനുസരണയില്ല പ്രാക്കളാണ്. കാരണം നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടാക്കൂല പ്രാവ്. പറവി അങ്ങനെ നല്ല രസമില്ല പറവിയാണ്. നമ്മളെ നേരെ ലോഫ്റ്റിന്റെ നേരെ മുകളിലുണ്ടോ, കൂട്ടന്റെ മേലെ തന്നെ നിന്ന് പറക്കും. എല്ലാം കൂടുതലും ഈ സബ്ജയിൽ തന്നെ. ഇതിപ്പോ എല്ലാത്തിനും എല്ലാ പ്രാവിനും കണ്ടാലും എല്ലാം ഒരേപോലെ ഉണ്ടാവും പ്രാവ്. അതേപോലെ തന്നെ ഇതും അതേപോലെ തന്നെ വരുന്നല്ലേ? എല്ലാം ഒരേപോലെ ഉണ്ട്. പ്രാവിനെ ഒരു 8 എണ്ണം 10 എണ്ണം ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. എല്ലാം ഒരേ ഷേപ്പാണ് പ്രാവെല്ലാം. എല്ലാം അത് തന്നെ, എല്ലാം ഒരേപോലെ. അതെല്ലാം ഒരേപോലെ തന്നെ. ഇതിപ്പോ നമുക്ക് അൺലിമിറ്റഡിലേക്ക് കൊണ്ടുപോകാം. അൺലിമിറ്റഡിലേക്കാണ് ഇപ്പൊ സെറ്റ് ആക്കിയിട്ടില്ലേ? ഇപ്പൊ ആശാൻ അൺലിമിറ്റഡിലേക്ക് തന്നെ സെറ്റ് ആക്കിയിട്ട് തന്നെ. ആശാൻ തന്നെ ഇപ്പൊ സെറ്റ് ആക്കി തന്നതാണ് അൺലിമിറ്റഡിലേക്ക്. ഇതിപ്പോ പുതിയ സെറ്റ് ചെയ്ത പ്രാവാ. ആശാൻ ഇങ്ങനെ ഇടുന്ന് പറഞ്ഞിട്ട് എനിക്ക് ഈ ഫീമെയിൽ ഇപ്പൊ തന്നിട്ട് അയച്ചതാ. ഇതിന് മെയിലിടാ. ഇങ്ങനെ ഒരു സെറ്റ് അല്ലേ? ഇങ്ങനെ ഒരു സെറ്റ് ഇടാൻ വേണ്ടിട്ട് ആശാൻ തന്നിട്ട് അയച്ചതാ. ഇതിപ്പോ നമ്മ കണ്ട പ്രാവിന് പ്രാവ്. ഈ പ്രാവിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇരുട്ടിൽ കയറൂല. കയറൂല. ഇരുട്ട് കണ്ണ് തട്ടി അപ്പം വന്നിരിക്കും പ്രാവ്. അതുകൊണ്ടാണ് ആ പ്രാവിനിപ്പം ഫീമെയിലിനിട്ട് അൺലിമിറ്റഡ് പറപ്പിക്കാൻ വേണ്ടിട്ട് ആ ഫീമെയിലിനിട്ട് കൊടുത്തത്. ഈ മെയിലിന് അതും ആ ഫീമെയിൽ കൊണ്ടുവന്നത് കോഴിക്കോട് തന്നെ, ആശാന്റെ തന്നെ. ഇതിന്റെ മോനാന്നത് ഈ ഒരു പ്രാവ് അല്ലേ? ഈ പ്രാവ്
അച്ഛൻ്റെ അതേ ടൈപ്പ് കണ്ണാണല്ലേ. ഇതിന്റെ കുട്ടി ഞാൻ എടുത്തിന്. ഇതിന്റെ കുട്ടി ഇതേപോലെ ഇരുട്ടാവുമ്പോ പ്രാവ് ഇറങ്ങി വരും. അത് മറ്റേ 13.5 പറപ്പിക്കാൻ പറ്റിയ പ്രാവ്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഫീമെയിൽ ഇട്ട് കൊടുത്തത്. അൺലിമിറ്റഡ് പറക്കാൻ പറ്റും. ഇത് പറവ കൂടുതലുള്ള ഫീമെയിൽ ആവുന്നല്ലേ. ഇത് പറവ കൂടിയ ഫീമെയില്. ഈ ഒരു പ്രാവ് ഇത് ആശാന്റെ തന്നെ പ്രാവ്. പക്ഷെ ഈ പ്രാവില് 14 വാലാണ്. അതതിന്റെ പ്രത്യേകത. എല്ലാം ഡബിൾ ആയിട്ട് വരും പാല്. ഇത് അൺലിമിറ്റഡ് റേഞ്ച് പറക്കുന്ന പ്രാവ് തന്നെയാണ്. ഇതിന്റെ മെയില് കണ്ണ് അത് മുമ്പേ ഇല്ലത്. അത് പോകുന്നില്ല. കുറച്ച് വലുതാകുമ്പോ പൊട്ടിട്ട് പോകും. ഇത് സബ്ജിയിൽ ഇറങ്ങിയ പ്രാവാണ്. സബ്ജിയിൽ ഇറങ്ങിയ സബ്ജി പുള്ളിയായിട്ട് പിന്നെ പുള്ളി പ്രാവായി മാറിയല്ലേ. ഇതാണ് ആശാന്റെ മെയിൻ പ്രാവ്. ഈ പ്രാവ് നിന്നാണ് എല്ലാ പ്രാവും ഉണ്ടായത്. കത്തങ്ങ. ഇതും അതേ ഷേപ്പിൽ ചെറിയ ചുണ്ട്. ഇതിൽ നിന്നാണ് ആശാൻ വർഗം ഉണ്ടാക്കിയെടുത്തത്. പഴയ പ്രാവാണ്. ഈ പ്രാവിന് 10 വയസ്സുണ്ട്. 10 വയസ്സുണ്ട്. ഇതിപ്പോ നമ്മ കണ്ട അതേ വയസ്സിലെ പ്രാവാണല്ലേ. ഇതിലാണ് ആശാൻ പ്രാവ് ഉണ്ടാക്കുന്നത്. ഈ ഒരു റേഞ്ച് പ്രാവല്ലേ. ഈ പ്രാവ് ഇപ്പൊ കുഞ്ഞെടുക്കുന്നുണ്ടോ? ഈ പ്രാവ് ഇപ്പൊ കുഞ്ഞെടുക്കുന്നുണ്ട്. ഒന്നിന് റിസൾട്ട് ഉണ്ടാവും. ഒരു മുട്ടക്ക് കരുവുണ്ടാവും. ഇത് ശരിക്കും ലാൽക്കെട്ടിൽ വരുന്ന പ്രാവാണ് കേട്ടോ. ഇത് ലാൽക്കെട്ട് സബ്ജിയാണ് പ്രാവ് വരുന്നത്. ഒരു ചമ്പൻ ലൈനേജെല്ലാം വരുന്ന ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രായാധിക്യം കൊണ്ട്. ഒരു കണ്ണിന് കാഴ്ചയുണ്ട്. ഈ ഒരു പ്രാവ് ഇത് പാലക്കാട് കല്യാണ്ട് അവരെ ലൈനേജ് പെട്ട പ്രാവാണ്. മഞ്ഞക്കണ്ണിൽ ഇതിന്റെ കുഞ്ഞിവിടെ പറക്കുന്നുണ്ടല്ലേ. അവരെ ലൈൻ പ്രാവനല്ലേ. അവരെ കറുപ്പ് കണ്ണ ഇറങ്ങില്ല. മഞ്ഞക്കണ്ണ അപൂർവമായിട്ട് ഇറങ്ങില്ല. അതുകൊണ്ട് അമ്മയുടെ എടുത്തു വെച്ചു. ഇത് മുറിച്ചിട്ടൊരു ബ്രീഡിംഗ് ആക്കി. ഇതിപ്പോ ലാസ്റ്റ് എടുത്ത ആശാന് കൊണ്ടുപോകാൻ വേണ്ടിട്ട് എടുത്ത കുഞ്ഞല്ലേ. ശരിക്കും നമുക്ക് നമ്മളെ ആ ഫാൻസി പ്രാവ് സാറ്റിന്റെ അതേമാതിരി ഉണ്ടാവും. അതെ അല്ലേ. ചെറിയ ചുണ്ടും വലിയ കണ്ണും. നിപ്പ് പക്ഷെ പറവപ്രാവിന്റെ നിപ്പ് പക്ഷെ ഭയങ്കര റേഞ്ച് പറയാന്നല്ലേ. പ്രാവ് ഈ ഒരു പ്രാവ് ഇവിടെ പറപ്പിച്ച പ്രാവല്ലേ. കുടുംബിയില് നമ്മളെ ഈ ലൈനിൽ തന്നെ വരുന്ന പ്രാവ്. അതെ, ആശാന്റെ തന്നെ ഇറങ്ങുന്ന പ്രാവ്. അതിൽ കുടുംബി തന്നെ കൂടുതൽ ഇറങ്ങലല്ലേ. ഇതിന് ഈ മത്സരത്തിന് ഇപ്പൊ വലിച്ചു ഒപ്പിച്ച് പറപ്പിക്കണം. ഇത് അതേ റേഞ്ചിൽ വരുന്നതാണ്. ഇതിന് ഈ പ്രാവശ്യം ഇൻഷാ അല്ലാഹ് എന്തായാലും ടൂർണമെന്റിൽ പറപ്പിക്കണം ഈ പ്രാവിനെ. കുടുംബിയിൽ തന്നെ സബ്ജിയിൽ ഇറങ്ങി തന്നെ ഇത്. ഇതും അതിൽ തന്നെ സബ്ജിയിൽ ഇറങ്ങിയ കുടുംബിയ. ഇത് ഈ സീസണിൽ പറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാവ. ഇത് നല്ല ഇരുട്ട് കയറി പറക്കുന്ന പ്രാവ. നല്ല ഇരുട്ട് കയറും. ലൈറ്റ് ഒന്നും വേണമെന്നില്ല. ഇരിക്കാനും ലൈറ്റ് വേണമെന്നില്ല. ഇവിടെ മെയിൻ ബ്രീഡ് കുഞ്ഞെടുക്കുന്ന പ്രാവ. ഇതിന് 6 വയസ്സുണ്ട്. നല്ല റിസൾട്ട് അതിന്റെ കുഞ്ഞിക്ക്. കുടുംബിയിലിറങ്ങും. കുടുംബിയിലിറങ്ങും, സബ്ജിയിലിറങ്ങും. ഇത് സബ്ജിയിലിറങ്ങിയ കുട്ടി തന്നെ ഇത്. ഇത് അതേ റേഞ്ചിൽ തന്നെ ചെറിയ കൊക്കായിട്ട് തന്നെ വരുന്ന ചെറിയ കൊക്കായിട്ട് വരുന്ന പ്രാവ്.
ഈ ഒരു കളർ വയൽ തന്നെ വരുന്നത് സബ് ചെയ്ത് ഇറങ്ങുന്ന ചമ്പൻ കളർ അല്ലേ? ചെറിയ ചുണ്ട് തന്നെ, ചെറിയ ചുണ്ട്. ഇതിപ്പോ പറപ്പിച്ചിട്ടുണ്ടല്ലോ? ഇത് പറപ്പിച്ച പ്രാവ് തന്നെ, ആശ പറപ്പിച്ച പ്രാവ്. അപ്പൊ ഷാഹിദ് ഭായി, നിങ്ങൾ ഈ ഒരു ഫീൽഡില് അപ്പൊ നോർമലി ഈ ഒരു വടക്കൻ കേരളത്തിൽ, അതായത് ഈ കാസർഗോഡ് പോലത്തെ ഏരിയയില് പ്രാവ് അർപ്പിക്കല് അല്ലെങ്കിൽ ഉള്ളത് കുറവാണ്. അതായത് പ്രാവിനെ പറപ്പിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്, ആരുമില്ല. നിങ്ങളും അബ്ദുള്ളാക്കി മാത്രമാണ് സത്യം പറഞ്ഞാൽ അറിവില് നമ്മളെ കാണുന്നുള്ളൂ. വേറെ പ്രാവുകൾ ഒരുപാട് സ്ഥലത്തുണ്ട് ഉണ്ട്. പക്ഷെ നിങ്ങൾ രണ്ടാളാണ് ഇപ്പം നിലവിൽ പറയുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ എത്താൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളും പറപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു വഴിക്ക് അറിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. ഇപ്പം ഏകദേശം നിങ്ങൾ ഇപ്പം എത്ര വർഷമായി ഈ ഒരു സംഭവം? അതായത് ഞാൻ ഈ ചെറുതിലെ ഫാൻസി പ്രാവിന് പോയി. അപ്പൊ അതിനുശേഷം ഗൾഫ് പോകുമ്പോ എല്ലാം മതിയാക്കി. അതിനുശേഷം ഇപ്പൊ 5-6 കൊല്ലം ഇപ്പൊ ഈ പ്രാവിനെ പോറ്റൽ തുടങ്ങി. അതിനുശേഷം നമുക്കൊരു ആശാനെ കിട്ടുന്നു കോഴിക്കോട് കെബീർക്കാരുടെ എയർ ഓഫിലാണ് പ്രാക്കളെ കിട്ടിയത്. അതായത് പ്രാവ് എന്താണ്, പറക്കുന്ന പ്രാവ് എന്താണെന്ന് സംഭവം അറിഞ്ഞത് ഇയാളെ പ്രാവിനെ കിട്ടിയതിനു ശേഷം. അതിനു മുമ്പ് കുറെ പ്രാവിനെ വാങ്ങിച്ചിരുന്നു, കുറെ പൈസ പോയി എന്നല്ലാണ്ട് പ്രാവ് പറക്കല് ഭയങ്കര അത്ഭുത. 28 മണിക്കൂർ പറഞ്ഞിന്, 18 മണിക്കൂർ പറഞ്ഞിന്, വെറുതെ തള്ള. പ്രാവ് പറക്കലില്ല. ആശാനെ കിട്ടിയതിനു ശേഷം പ്രാവ് എങ്ങനെ പറക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇപ്പൊ പ്രാവ് മിനിയാന്ന് ഞാൻ വിട്ടത് 15 ചില്ലറയും പറഞ്ഞു. നമുക്ക് അത്ഭുതം അത്. പക്ഷെ നമുക്ക് എന്താക്കാൻ പറ്റുന്നില്ല, മത്സരത്തിന് പറപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് പ്രാവ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ പ്രാവശ്യമെങ്കിലും നമ്മൾ മത്സരത്തിന് വിടാനുള്ള പ്ലാനില്ലാന്നില്ല. നോക്കാൻ നടക്കുമല്ലോ. ഈ 15 പറഞ്ഞു ഉദ്ദേശിക്കുന്ന രാത്രിയാണ് കേട്ടോ. വൈകുന്നേരം 7 മണിക്കൂർ പിറ്റേന്ന് രാവിലെ 10:35 വരെ പ്രാവ് പറഞ്ഞു. അല്ലാതെ ഇപ്പൊ 15 മണിക്കൂർ എന്ന് പറയുമ്പോൾ ചിലവര് ഒരു അഭിപ്രായം ഉണ്ടാവും. ഈ സമയത്തിൽ 15 മണിക്കൂർ പകല് ആര് പ്രാവിനെ ശരിയാണ്. ഈ ചൂടിന് അങ്ങനെ ആരും ഒന്നാമത് പ്രാക്കടീനുണ്ട്. പിന്നെ ഈ പകൽ അങ്ങനെ പറത്തില്ല. രാത്രിയാണ് വൈകിട്ട് വിടുന്നതാണ്. അത് രാവിലെ വരെ പറക്കുന്നു. രാത്രിയെ പറപ്പിക്കാൻ പറ്റൂടെ, ഡെയിലി പറപ്പിക്കാൻ പറ്റൂല. ഇവനെ സംബന്ധിച്ചോ എനിക്ക് പിന്നും കുറച്ച് മാറ്റമുണ്ട്. അതായത് എന്റെ കടപ്പുറം തന്നെ ഈ കടൽ പിടിച്ച് തന്നെ പറക്കുന്നത്, ഏകദേശം കടലിൽ തന്നെ കയറി പറക്കുന്ന പ്രാവ്. അതുകൊണ്ട് ഈ പ്രാക്കടിയും വല്ലാണ്ട് അങ്ങോട്ട് എത്തി നോക്കുന്നില്ല. എത്തി നോക്കാത്ത കാരണമുണ്ട്. അവിടെ ആയിരക്കണക്കിന് കടൽക്കാക്കും പച്ചയും പൊച്ചയെല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ഈ പ്രാവിന്റെ അടുത്തേക്ക് മാത്രമായിട്ട് കയറി വരില്ല. കാരണം ഈ പ്രാക്കടിയും നിരന്തരമായിട്ട് കാണുന്ന പക്ഷികൾ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അതിന്റെ ഇടയിൽ പ്രാവ് കയറി പറക്കുമ്പോൾ പ്രാവിന് കുറച്ചും കൂടി സേഫ്റ്റിയാണ്. പക്ഷെ ഇവന്റെ ഭാഗത്ത് അങ്ങനെയല്ല. ഇവന്റെ 4 ഭാഗവും ടവറാണ്. ഇവൻ ഒരിക്കൽ കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ പോയി ഇരുന്നിട്ട് 2ാം നില വന്നിട്ട് അടിച്ചിട്ട് കൊണ്ടുപോകും. കഴിഞ്ഞ വർഷം 35 പ്രാവോളം പോയി. പ്രാവ് പോകുന്ന വലിയ അത്ഭുതമില്ല, കാര്യമല്ല. പക്ഷെ എന്ത് നമുക്ക് പറപ്പിക്കാൻ പറ്റാതാണ് ഭയങ്കര അത്ഭുതം. പറപ്പിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മ കണ്ണൂര് ലോഫ്റ്റ് ഉണ്ടാക്കിയത്. അതിൽ നിന്ന് നമ്മ ചതിക്കപ്പെട്ടു. അതുകൊണ്ട് അതും നമ്മ ഒഴിവാക്കി. ഇപ്പൊ നമ്മ വിചാരിച്ചു നമ്മളെ അടുത്ത് തന്നെ നമുക്ക് പറപ്പിക്കാം. എന്താ പറയുന്നത്, 10 മണിക്കൂറും പറഞ്ഞാലെങ്കിലും അത് റെക്കോർഡാവുമല്ല അല്ലേ? അത് സ്വന്തം ലോഫ്റ്റ് നിന്ന് പറപ്പിക്കുന്നത്. പിന്നെ പറയുന്നത് ആശാൻ ആ സങ്കടം കണ്ടിട്ട് ആശാൻ എന്നോട് പറഞ്ഞു, എന്റെ അടുത്തുനിന്ന് പറപ്പിക്കാം, എന്റെ എല്ലാ ആഗ്രഹവും തീരും. അതുകൊണ്ട് ഞാനും ചിന്തിച്ചു ആഴ്ചയിൽ ആശാന്റെ അടുത്ത് പോവാം. ആശാൻ പറപ്പിക്കുന്നല്ലേ, നമുക്ക് ആശാന്റെ അടുത്ത് തന്നെ പറപ്പിക്കും. അങ്ങനെയെങ്കിൽ നമ്മൾ ആഗ്രഹം തീരട്ടെ. ഇവിടെ പറ്റുന്നില്ലെങ്കിൽ കോഴിക്കോടെങ്കിലും പറപ്പിച്ചിട്ട് ഈ പ്രാവശ്യം എന്തായാലും നമ്മൾ ആഗ്രഹം നമ്മൾ തീരും. അത് ഉറപ്പാ. അല്ല, പ്രാവ് നിങ്ങളുടെ അടുത്ത് കണ്ടെടുത്തോളം എല്ലാം ക്വാളിറ്റിയിലെ പ്രാക്കളാണ്. പറക്കാൻ തയ്യാറായി നിൽക്കുന്ന പ്രാക്കളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി പിന്നെ ടൂർണമെന്റ് വിടാൻ കഴിയാത്ത ഒരവസ്ഥ നമുക്ക് എന്തായാലും അത് മനസ്സിലാവും. ഇപ്രാവശ്യം എന്തായാലും ഏതെങ്കിലും ഒരു കമ്മിറ്റിയിൽ നമുക്ക് ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന വിചാരിക്കുന്നു. കാരണം എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് എന്തായാലും ആരെങ്കിലും ആയിട്ട് ആരെങ്കിലും ഒരാൾ കൈ പിടിച്ചാലേ നമുക്ക് ഈ ഫീൽഡിൽ നിൽക്കാൻ പറ്റൂ. നമുക്ക് ഈ കപ്പും പ്രൈസും പൈസ ഒന്നും വേണ്ട. ഒരു 10 മണിക്കൂർ വെറുതെ ഒരു അതെ നിങ്ങൾ വളർത്തുന്നതിന് എന്തെങ്കിലും ഒരു ഇത് പ്രതിഫലമാണല്ലേ. എത്ര ചെലവുണ്ട്. ഇതൊരു ക്രൈസ് തന്നെയല്ലേ നമുക്ക് എല്ലാവർക്കും. ആവ് എന്ന് പറയുന്നത് ഒരു ക്രൈസ് തന്നെ അല്ലേ. പിന്നെ എന്ന് പറയുന്നത് ഈ ആശാന്റെ പ്രാക്കളെല്ലാം മത്സരത്തിന് പറന്ന് പ്രൈസ് മേടിച്ച പ്രാക്കൾ തന്നെയാണ് ഇവിടെ ഇല്ലതല്ല. ആര് ഈ ലോഫ്റ്റിൽ വന്ന് കണ്ടാലും പ്രാവിനെ ഇഷ്ടപ്പെടാതിരിക്കില്ല. എന്തുകൊണ്ട് നിനക്ക് പറപ്പിക്കാൻ പറ്റാത്തതെന്നുള്ള ചോദ്യം മാത്രം. അതെ പറ്റുന്നില്ല. അത് ഈ പ്രാവശ്യമെങ്കിലും നമുക്ക് പറപ്പിക്കണം. രാവിലെ വിട്ടാല് പ്രാപ്പിടിയാൻ പിടിക്കുന്നുണ്ട്. രാവിലെ പിടിക്കും അല്ലേ. ഇയാള് നേരിട്ട് എത്രയോ പ്രാവശ്യം കണ്ടതാണ് പ്രാവിനെ പിടിക്കുന്നത്. കാരണം എനിക്കിപ്പോ പറപ്പിക്കാൻ പറ്റുന്ന സമയം എന്ന് പറഞ്ഞാൽ 7 മണി മുതൽ രാവിലെ വരെ പറപ്പിക്കാം. ഇപ്പൊ ഞാൻ പറപ്പിക്കുന്നുണ്ട്, പ്രാവ് പറക്കുന്നുണ്ട്. പക്ഷെ ഡെയിലി നടക്കൂല. ഇനിയിപ്പോ ജൂൺ, ജൂലൈ, ആഗസ്റ്റ് ആ 3 മാസം നമുക്ക് അതിൽ 1 മാസമെങ്കിലും നമുക്ക് പ്രാപ്പിടീന് ഇല്ലാണ്ട് പറപ്പിക്കാം. ആ സമയത്ത് തന്നെ മത്സരത്തിൽ നമുക്ക് പങ്കെടുക്കണം എന്ന് ആഗ്രഹം അല്ലെ.
നോക്കാം നമുക്ക്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ആരെങ്കിലും നമ്മളെ സഹായിക്കുന്ന നമ്മൾ എന്തായാലും വിചാരിക്കുന്നുണ്ട്. സഹായിച്ചേ പറ്റും. കാരണം നമ്മളെ ഈ അല്ലെങ്കിൽ നമ്മൾ തളർന്നു പോകും. നമ്മളെ വളർത്തേണ്ടത് നിങ്ങൾ തന്നെ. അതെ അതെ അതെ. ഓക്കെ ഓക്കെ. സാഹിബ് ഭായി, അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ലോഫ്റ്റ് ഒരു 5 വർഷം മുന്നേ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് നോർമലി ഇപ്പം ഒരു പ്രാവിനെ കൊണ്ടുവരാൻ വേണ്ടിട്ട് ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? എവിടുന്ന പ്രാവിനെ കൊണ്ടുവന്നത്? കൊണ്ടെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് വാങ്ങിച്ചിരുന്നു, നാഗർകോവിൽ നിന്ന് വാങ്ങിച്ചിരുന്നു, എറണാകുളത്ത് നിന്ന് വാങ്ങിച്ചിരുന്നു, എല്ലായിടത്തുനിന്ന് പ്രാവിനെ വാങ്ങിച്ചിരുന്നു. അങ്ങനെ പറക്കും ഇങ്ങനെ പറക്കും. നമ്മളെടുത്ത പ്രാവൊന്നും പറഞ്ഞില്ല. ഇനി നമ്മ പറപ്പിക്കുന്നതിന് മിസ്റ്റേക്കാണോ അല്ല പ്രാവ് പറക്കാത്തതാണോ എന്ത് അറിയില്ല. പക്ഷെ ആ ആശാനെ കിട്ടിയ പിന്നെ ആശാന്റെ പ്രാവ് നമുക്ക് പറഞ്ഞു നമ്മളെ ആഗ്രഹം തീരുന്നവരെ പ്രാവ് പറക്കുന്നുണ്ട്. ആശാന്റെ പ്രാവിന്റെ ഒക്കെ വിടാൻ പറ്റിയ പ്രാവ് വേറെ ഇല്ല. കാരണം ആശാന്റെ പ്രാവിനെ നമുക്ക് വിടാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ആശാന്റെ പ്രാവിന്റെ പറവയെന്ന് വെച്ചാൽ സ്പീഡ് പറവയാ. മഴയുണ്ടെങ്കിൽ സന്തോഷം, ഭയങ്കര സന്തോഷം. കാരണം പ്രാവ് ആ മഴക്ക് അങ്ങനെ നിൽക്കും. കാർമേഘം വന്നാൽ കയറി മിസ്സായാലും അങ്ങനത്തെ ഒരു പ്രാവ് എവിടെയും പോവില്ല. പ്രാവ് നമ്മളെ ലോഫ്റ്റിൽ തന്നെ വന്ന് നിൽക്കും. അതാണ് ആശാന്റെ പ്രാവിന്റെ പ്രത്യേകത. അതുകൊണ്ട് അത് നമുക്ക് ഏറ്റവും വലിയ ആഗ്രഹം. കാരണം ആശാൻ നമുക്ക് പ്രാവിനും തന്നിട്ട് നമുക്ക് പറപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൽ ഒരു കാര്യമില്ല. ആശാന്റെ പ്രാവ് എത്രയോ ആൾക്കാരുടെ അടുത്ത് പറക്കുന്നുണ്ട്. പക്ഷെ ആശാൻ പൈസയായിട്ട് ആശാൻ കൊടുക്കൂല. ആശാന്റെ സ്നേഹത്തിന്റെ പുറത്ത് പ്രാവിനെ കൊടുക്കും. ഇപ്പൊ നിങ്ങളാരും സെയിലില്ല, പ്രാവിനെ സെയിലാക്കൂല. കാരണം ആശാൻ നമുക്ക് തന്നൊരു ഉപദേശമുണ്ട്. എന്റെ പ്രാവിനെ ആർക്കും സെയിലാക്കരുത്. ഇത് നമ്മ എന്തായാലും ആശാൻ ഇല്ല കാലം വരെ നമ്മ അത് നിലനിർത്തിക്കൊണ്ടുപോകും. എന്താ വെച്ചാൽ ആശാൻ തന്നെ പറയും ഇന്നാക്ക് 2 പ്രാവിനെ കൊടുക്കണം, ഇന്നാക്ക് 2 പ്രാവിനെ കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്നല്ലാണ്ട് ഞാനായിട്ട് ഇന്നും പ്രാവിനെ സെയിലാക്കി ആർക്കും സെയിലാക്കി ഇതിന് സെയിലാക്കിയില്ല. കാരണം സെയിലാക്കാൻ പറ്റിയ പ്രാവ് ഇതിപ്പോ നിങ്ങൾ കൊണ്ടുവന്നതിൽ ഏകദേശം പ്രൈസ് റേഞ്ചിലുള്ള പ്രാവിനെ നിങ്ങൾ ആദ്യ കാലങ്ങളിൽ വാങ്ങിയിട്ടുണ്ട്? ആദ്യം 18 പറക്കും, 20 പറക്കും. സത്യം പറഞ്ഞ പ്രാവ് 1 മണിക്കൂർ പറന്നെങ്കിൽ നമ്മളെ പൈസ മുതലായത്. പറഞ്ഞിട്ടില്ല ഒരു പ്രാവും പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഈ പറവ പ്രാവ് എന്ന് പറയുന്നത് നല്ല പ്രാവിനെ ആരും കൊടുക്കില്ല. അതാണ് ഒന്ന്. കാരണം ഒരു ലോഫ്റ്റിൽ പറന്ന പ്രാവിനെ ആരെങ്കിലും തരൂല, പൈസ തരൂല. സ്നേഹത്തിന്റെ മുകളിൽ നമുക്ക് പ്രാവിനെ കിട്ടും. സ്നേഹത്തിന്റെ മുകളിലേ പ്രാവിനെ കിട്ടും. എല്ലാരും പ്രാവിനെ വാങ്ങും. അവസാനം ഏതെങ്കിലും ഒരാളെടുത്തേക്ക് എത്തിപ്പെടും. ചതിച്ച് അവസാനം ഒരാളെടുത്ത് നമ്മ എത്തിപ്പെടും. അവിടെ നിന്നാണ് നമ്മ മുകളിലോട്ട് കയറി. ഈ പ്രാവ് ഫീൽഡിൽ കൂടുതലുള്ളത് കള്ളത്തരം തന്നെ. ഞാൻ മനസ്സിലാക്കിയത് അവസാനം നമ്മ എത്തും, ഒരാളെടുത്തേക്ക് എത്തും. അതുവരെ നമ്മ ചതിക്കപ്പെട്ടോണ്ടേയിരിക്കും. പൈസ കൊടുത്തിട്ട് ഒരാൾക്കും നല്ല പ്രാവിനെ കിട്ടുമെന്ന് വിചാരിക്കണ്ട. കിട്ടൂല, ഒരിക്കലും കിട്ടൂല. അതുവെച്ചാ കിട്ടീന പ്രാവിനെ? കിട്ടിയിട്ടില്ല. അതുവെച്ചാക്ക് എങ്ങനെ പ്രാവ് ഉണ്ടായിന്? എന്റെ കുഞ്ഞുനാള് മുതലേ ഞാൻ ഇതുമായിട്ട് 12 വയസ്സിലാണ് തുടങ്ങിയത് മലപ്പുറത്തുനിന്ന്. പിന്നെ ഇപ്പൊ ഇവിടെ തുടങ്ങിയിട്ട് ഒരു 15 വർഷത്തോളമായി. ഈ പറഞ്ഞതുപോലെ പൈസ കൊടുത്ത് ഒരുപാട് പ്രാവിനെ വാങ്ങിയിട്ടുണ്ട്. ഒരു പ്രാവ് സക്സസ് ആയിട്ടില്ല. പക്ഷെ ഈ സായിദ് ഇപ്പൊ പറഞ്ഞതുപോലെ നമുക്ക് നമ്മളെ സ്നേഹബന്ധത്തിൽ 1-2 ജോഡി കുഞ്ഞിനെടുക്കാൻ വേണ്ടി തന്നിട്ട് അതിൽ വന്ന കുഞ്ഞന്മാർ പിന്നെ സെറ്റാക്കി ഈ തലമുറയായിട്ട് ഇങ്ങനെ കൊടുക്കുന്നു. അങ്ങനെ ഇപ്പോൾ അത്യാവശ്യം പ്രാവ് പറക്കുന്നുണ്ട്.